ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെട്ടവൻ ആരെല്ലാം പ്രതികൂലമായിട്ടും അവൻ പണി പൂർത്തീകരിച്ചിട്ട് അവനോട് പറഞ്ഞു, നീ പെട്ടകത്തിനകത്ത് കയറ്റ, നീയും നിന്റെ കുടുംബവും പെട്ടകത്തിനകത്ത് കയറിക്കോ. പെട്ടകത്തിൻ്റെ വാതിൽ ദൈവം അടച്ചു. ഭൂമിയുടെ ഉറവകളെ തുറന്നു, ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്നു. ജലം കൊണ്ട് ഈ ഭൂമി മുഴുവനും നിറഞ്ഞു. അമ്മ വചനം പറയുന്നു, ജലം നിറയുമ്പോഴും മഴ പെയ്യുമ്പോഴും പെട്ടകമുലയുന്നുണ്ട്. ഇവിടെയൊക്കെ ആശ്വാസത്തിന് വേണ്ടി ഓടിക്കയറിയതാ, എന്നിട്ടും ഉലയുന്നുണ്ടോ? എന്നിട്ടും ഒരു ഉറപ്പില്ലാത്ത രീതി ഉലയുന്നുണ്ടോ? എന്നും വേദനയാണോ? എന്നും അസ്വസ്ഥതയാണോ? എന്നും ഞെരുക്കമാണോ? വചനം പറയുന്നു, പെട്ടകമരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. ദൈവത്തിൻ്റെ ഫേവറുണ്ടോ? ഉറക്കേണ്ടടുത്ത് ഉറയ്ക്കും. ദൈവത്തിൻ്റെ ഫേവറുണ്ടോ? നിൽക്കേണ്ടടുത്ത് നിന്നെ നിർത്തും. ദൈവത്തിൻ്റെ ഫേവറുണ്ടോ? നീ ഉറക്കേണ്ട പർവ്വതത്തിൽ ദൈവം നിന്നെ ഉറപ്പിക്കും. ദൈവത്തിന്റെ ഫേവറുണ്ടോ ബാബിബേ? കാട്ടിൽ നിന്ന് രാജകൊട്ടാരത്തിനകത്ത് ഞാൻ നിന്നെ ഉറപ്പിക്കും. ഇവിടെ ഉലച്ചിലുകൾ ഉണ്ടായിരിക്കാം, ഇവിടെ വേദനകൾ ഉണ്ടായിരിക്കാം, ഇവിടെ നിന്ദകൾ ഉണ്ടായിരിക്കാം. ദൈവം കണ്ടൊരു പർവ്വതമുണ്ട്, ദൈവം കണ്ടൊരു ദേശമുണ്ട്, ദൈവം കണ്ടൊരു രാജ്യമുണ്ട്. നിന്നെ ഒന്ന് ഉറപ്പിക്കാൻ ദൈവം ഒരുക്കിയൊരു പർവ്വതമുണ്ട്.